الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും സാഹചര്യങ്ങളിലും അവന്റെ അടിമകൾ എന്ന നിലക്ക്, അവന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടവർ എന്ന നിലക്ക് സൂക്ഷിച്ചും പരിഗണിച്ചും പുലർത്തിയും തഖ്വയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ഭക്തിയോടുകൂടി ജീവിക്കണമെന്ന് ഒറ്റവാക്കിൽ എല്ലാവരെയും എന്നെ അടക്കം ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. പരലോകത്തെ തീരാ നഷ്ടക്കാരായി ഖുർആൻ പരിചയപ്പെടുത്തിയ 4 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെയാണ് 2 ആഴ്ചകളിലായി നമ്മൾ പരിചയപ്പെട്ടത്. അത് സൂറത്തുൽ കഹ്ഫിന്റെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളതാണ്. 2-ാമത്തെ വിഭാഗം സൂറത്ത് ഹജ്ജ്, ഒരു ഇബാദത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സൂറത്ത്. ഇസ്ലാമിന്റെ പൂർത്തീകരണമായി 5-ാമത്തെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. ആ സൂറത്ത് ഹജ്ജിന്റെ 11-ാമത്തെ ആയത്ത് ഏറ്റവും നഷ്ടകാരികളായ ആളുകളെ പരിചയപ്പെടുത്തുന്നു. ഖസിറത് ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്നാണ് ആയത്ത് പരിസമാപ്തി. ഏറ്റവും കൊടിയ നഷ്ടക്കാർ, വഖദ് ഖസിറ ഖുസ്റാനുൽ മുബീൻ എന്ന് പറഞ്ഞതുപോലെ ഖസിറത് ദുനിയ വൽ ആഖിറ, ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടു പോകും. ആരാണവർ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനൻ നാസി, ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മൻ യഅബുദുല്ലാഹ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് പ്രാർത്ഥിച്ച് കീഴൊതുങ്ങി ഇബാദത്തൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന ആളുകൾ, ചില ആളുകൾ, വഇൻ അസാബഹു ഖൈറുൻ, ജീവിതത്തിൽ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല, പരീക്ഷണങ്ങളില്ല, രോഗങ്ങളില്ല, ദാരിദ്ര്യമില്ല, ബുദ്ധിമുട്ടില്ല,
ഓൻ വിചാരിച്ച കാര്യങ്ങൾ അവൻ വിചാരിച്ച അതേ രൂപത്തിൽ അല്ലെങ്കിൽ ഒരുവിധം മുട്ടില്ലാതെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇത്തുമഅന്നബിഹി, അവൻ പള്ളിയിലും ഇബാദത്തിലും ദീനീ ദഅവത്തും ഒക്കെ ഉണ്ടാവും. വഇൻ അസാബത്തുഹു ഫിത്നത്തുൻ, എന്തെങ്കിലും ഒരു പരീക്ഷണം, അത് സമ്പത്തിലാവാം, അത് ശാരീരികമാവാം, അത് മാനസികമാവാം, അത് കുടുംബത്തിലാവാം, വന്നു കഴിഞ്ഞാൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ നേരെ പിന്നോട്ട് പോകും. പിന്നെ അവന് ദീനീ രംഗത്തൊന്നും കാണാണ്ടാവില്ല. നിരാശനായി അള്ളാഹുവിനെ പറ്റി വിചാരിക്കാൻ പാടില്ലാത്ത വിചാരങ്ങളുമായി ഒരു വിശ്വാസിയിൽ നിന്നൊരു പരീക്ഷണത്തോടുണ്ടാവേണ്ട സമീപനത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളും നയനിലപാടുകളുമായി മുന്നോട്ട് പോകും. ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവിലും നാശം പരലോകത്തും നാശം. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതത്രേ വളരെ വ്യക്തമായ പരാജയം. ഈ ദുനിയാവ് പരീക്ഷണാലയമാണ് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് പരീക്ഷിക്കാറുള്ളത്? അതാണ് സൂറത്ത് അങ്കബൂത്തിൽ ഞാൻ ഓതി വെച്ചായത്. നമ്മളിവിടെ വിശ്വാസികളായി ജീവിക്കണം. നമ്മുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ? സത്യവിശ്വാസമാണോ അല്ലേ? വിശ്വാസിയാണോ കാപട വിശ്വാസിയാണോ? ഇത് അള്ളാഹ്ക്ക് പരീക്ഷിച്ചറിഞ്ഞേ പറ്റൂ. അത് ഓരോരുത്തരെയും അള്ളാഹ് പരീക്ഷിക്കും. അഹസിബന്നാസു, ജനങ്ങൾ വിചാരിക്കുന്നുവോ? എന്ത് വിചാരിക്കുന്നുവോ? അയ്യുത്തറക്കു, അവരെ ഞാനങ്ങ് ഒഴിവാക്കി വിടും എന്ന്. എന്തിന് കാരണത്താൽ? അയ്യഖൂലു, അവർ പറഞ്ഞതിനാൽ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്താതെ അവരുടെ ആഗ്രഹം അവരുടെ വാക്കും കേട്ട് അവരെ വിശ്വാസികളായി ഞാനങ്ങ് ഒഴിവാക്കി വിട്ട് പരലോകത്ത് അങ്ങനെ പരിഗണിക്കുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഓരോരുത്തരെയും, അതെന്നെ പരീക്ഷിക്കുമ്പോഴല്ല നിങ്ങളെ പരീക്ഷിക്കല്, ആണിനെ പരീക്ഷിക്കുമ്പോഴല്ല പെണ്ണിനെ പരീക്ഷിക്കല്, പണക്കാരനെ പരീക്ഷിക്കുമ്പോഴല്ല പണിക്കാരനെ പരീക്ഷിക്കല്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ ആയുസ്സും അരിയും വെള്ളവും എവിടെ വെച്ചാണോ തീരുന്നത്, അതിനു മുമ്പ് നമ്മുടെ ഈമാൻ സത്യസന്ധമാണോ അല്ലേ എന്ന് തീർച്ചയായിട്ടും അള്ളാഹു പരീക്ഷിച്ചറിഞ്ഞിരിക്കും. കാരണം ദുനിയാവ് പരീക്ഷണാലയമാണ്. നമ്മുടെ ഈമാനാണ് പരീക്ഷിക്കപ്പെടുന്നത് ഏത് മേഖലകളിൽ. അതുകൊണ്ട് ഈമാനികമായ പ്രതികരണം, ഈമാനികമായ സമീപനം, ഈമാനികമായ നിലപാടുകൾ പരീക്ഷണ സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു തീർച്ചയായും പരീക്ഷിക്കും. ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നലത് ദാരിദ്ര്യമാണ്, അത് രോഗമാണ്, അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ സമ്പത്ത് പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, മക്കളെക്കാളും മുന്തിച്ച് പറഞ്ഞത് സമ്പത്തിനെയാണ്. നമുക്ക് സമ്പത്ത് ഇപ്പോഴും പരീക്ഷണമായി തോന്നിയിട്ടില്ല. മക്കളാൽ മൂപ്പര് ഭയങ്കര പരീക്ഷണത്തിലാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ സമ്പത്തിനാൽ അയാൾ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയാറില്ല. എന്നാൽ രോഗം വന്നാലോ പരീക്ഷണമാണ്, മരണം സംഭവിച്ചാലോ പരീക്ഷണമാണ്, കൃഷി നശിച്ചാലോ പരീക്ഷണമാണ്, അനുഗ്രഹം കിട്ടിയാലോ അത് പരീക്ഷണമല്ല. രണ്ടും തെറ്റാണ്. എന്താണ്? എല്ലാം പരീക്ഷണമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അധികാരം കൊടുത്താ പരീക്ഷിച്ചത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഈജിപ്തിന്റെ ധനകാര്യമന്ത്രി സ്ഥാനം കൊടുത്താ പരീക്ഷിച്ചത്. ഖാറൂന് പണം കൊടുത്തു, ഫിർഔന് അധികാരം കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിജയിച്ചു. ഖാറൂനും ഫിർഔനും പരാജയപ്പെട്ടു. എന്താ വിഷയം? ഒരേ പരീക്ഷണം. അധികാരം കിട്ടിയപ്പോ അള്ളാനെ മറന്നു, സമ്പത്ത് കിട്ടിയപ്പോ അള്ളാനെ മറന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൂറത്ത് യൂസുഫ് മാത്രം ഗവേഷണം നടത്തി 10 വർഷമായി. സൂറത്ത് യൂസുഫ് മാത്രം ഗവേഷണം നടത്തുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട്. 300ഓളം ഗുണപാഠങ്ങൾ സൂറത്ത് യൂസുഫിൽ നിന്നുള്ള അദ്ദേഹം നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്ത് യൂസുഫ് തുടങ്ങുമ്പോൾ അള്ളാഹ് പറഞ്ഞു അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജയിലിൽ താമസിക്കുന്ന ആളുകളെ ഏറ്റവും ദൗർഭാഗ്യവാനായിട്ടല്ലേ നമ്മൾ കാണുക, അല്ലേ? എന്നാൽ അള്ളാഹിനോട് ജയിൽവാസം പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിയ ആളെ പേരാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തിന്? ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ. റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനനി, ഈ സ്ത്രീകൾ വിളിക്കുന്ന ഈ ദുർവൃത്തികൾക്കാൾ പടച്ചോനെ എനിക്ക് ഇഷ്ടം ജയിൽവാസമാണെന്ന് പറഞ്ഞ ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ഒരുപാട് പരീക്ഷണത്തിലൂടെ ഈജിപ്തിന്റെ ധനകാര്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടു അദ്ദേഹം. ഇതാ പ്രാർത്ഥന, പടച്ചോനെ ഈ അധികാരം മരിക്കണരെ നിർത്തിത്തരണേ, ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് ഇത് കൊടുക്കണേ എന്നല്ലല്ലോ പ്രാർത്ഥിച്ചത്. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ ഇതൊക്കെ ഇതല്ല, ഈ നാളെ തീർന്നു പോകും, ഇതല്ലെങ്കിൽ മരിച്ചാൽ തീർന്നു, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. മുസ്ലിമായി മരിപ്പിക്കണം എന്ത് വേണം? മുസ്ലിമായി ജീവിപ്പിക്കണം. മൻ മാത ആശ അലൈഹി മാത അലൈഹി. ഒരാൾ ഏത് രീതിയിലാണോ ജീവിച്ചത് ആ രീതിയിലാ മരിക്കാം. മരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കാനൊന്നുമില്ല ഇവിടെ. എങ്ങനെ ജീവിച്ചത് അതുപോലെ മരിച്ചു പോകും. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ. നോക്കൂ നിങ്ങൾ, വലിയ രാജാധികാരം കൊടുത്തു, കാറ്റിന് അല്ലാഹു വാഹനമാക്കി കൊടുത്തു, ഇഴജന്തുക്കളെയും പറവകളുടെയും പക്ഷികളെയും ഭാഷ പഠിപ്പിച്ചു കൊടുത്തു, ജിന്നുകളെ തന്റെ സൗകര്യാർത്ഥം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാ പ്രതികരിച്ചത്? ഹാദാ മിൻ ഫളിൽ റബ്ബി. ഇതൊക്കെ അള്ളാഹ് എനിക്ക് തന്ന അനുഗ്രഹമാണ്. എന്തിന്? എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ട് അല്ല, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. എന്ത്? അഷ്കുറു അം അക്ഫുറു, അഷ്കുറു അം അക്ഫുറു. ഇതാണ് ഈമാനികമായ നിലപാട്. ഞാൻ നന്ദി ചെയ്യുന്നോ അതല്ല നന്ദി കേട് കാണിക്കണോ? എന്താ പ്രാർത്ഥന? റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. റബ്ബേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്റെ പേര് എഴുതി ചേർക്കണം. എനിക്കും എന്റെ വാപ്പക്കും ഉമ്മക്കും ഈ തന്ന നിഅമത്തുകൾ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നന്ദി ചെയ്ത് ജീവിക്കാൻ റബ്ബേ നീ സഹായിക്കണം എന്നാ പ്രാർത്ഥിച്ചത്. അതാണ് ഈമാനികമായ സമീപനം. പരീക്ഷണം പല നിൽക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞത് വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മരണം കൊണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് ആരാ മാതൃക? ഇതൊക്കെ എന്താ, എന്ത് ചെറിയൊരു രോഗം വന്നാ മതി, അള്ളാനെയും വിട്ടു ദീനും വിട്ടു പിന്നെ അള്ളാഹ് അല്ലാത്തോട്ടേക്കാ പോവുക. 1 or 2 ആഴ്ച നീണ്ടു നിന്നാ മതി, അള്ളാഹിനെ പറ്റി പറയാൻ പറ്റാത്ത വർത്താനം പറയും. പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കും, എന്താ ഇപ്പൊ ഞാനിങ്ങനെ വയത് പറഞ്ഞു നടക്കുന്ന ആളായിട്ട് എനിക്ക് മാത്രം ഒരു പനി എന്ന് പറയും, ചിന്തിക്കും. പാടില്ലല്ലോ. നമുക്ക് ആരാ മാതൃക? നമുക്ക് മാതൃക അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് പഠിച്ചു നോക്കുക. ഒരു പ്രവാചകനാണ് അദ്ദേഹം. വലിയ ധനം കൊടുത്ത ആളാണ്. 4000 ആടുകൾ ഉണ്ടായിരുന്നു, അത്ര തന്നെ ഒട്ടകം ഉണ്ടായിരുന്നു, വലിയ കൃഷി ഉണ്ടായിരുന്നു, 7 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. വീട്ടിലിങ്ങനെ ഡൈനിങ് ഹാളിലെ 7 മക്കൾ ഇവിടെ, 7 മക്കൾ ഇവിടെ, ഭാര്യ ഇവിടെ. അങ്ങനെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആ മനുഷ്യനെ അള്ളാഹു കണ്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. എല്ലാ പരീക്ഷണത്തിനും വിധേയനായ ഒരു സാധു മനുഷ്യനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരീക്ഷണം തുടങ്ങിയത് എങ്ങനെയെന്ന് അറിയോ? മക്കൾ ഓരോന്നോരോന്നാണ് മരിക്കാൻ തുടങ്ങി. ആലോചിച്ചു നോക്കി, 7 മക്കൾ, 7 ആണും 7 പെണ്ണുമായിട്ട് മരിച്ചു തീരുക എന്ന് പറഞ്ഞാൽ 14 കുട്ടികൾ മരിച്ചൊരു ബാപ്പന്റെ മനസ്സെന്താ? തീർന്നില്ല. ആടുകളും ഒട്ടകങ്ങളും കാലികളും ചത്ത് വീഴാൻ തുടങ്ങി. കൃഷി നശിച്ചുപോയി. ശേഷം ആ പരീക്ഷണം ശരീരത്തിലേക്ക് വ്യാപിച്ചു. മാരക രോഗം ബാധിച്ചു. ശരീരം ഇങ്ങനെ കഷ്ണം മുറിഞ്ഞ് ഇങ്ങനെ വീഴാൻ. എന്തായിരിക്കും വേദന? അവിടുന്ന് താമസം മാറി. ആകെ ഉണ്ടായിരുന്നത് ഭാര്യയും 2 അടുത്ത കൂട്ടുകാരും മാത്രം. വേറെയുള്ള എല്ലാവരും വിട്ടുപോയി. സഹോദരന്മാരെ, 18 കൊല്ലക്കാലം ഈ തീഷ്ണമായ പരീക്ഷണത്തിലൂടെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോയി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സമ്പത്ത് മുഴുവൻ നശിച്ചു. ഭാര്യന്റെ കയ്യിലുള്ള സമ്പത്ത് അതും തീർന്നു. ഭക്ഷണം കിട്ടാതെയായി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അന്യ വീടുകളിൽ അടുക്കളപ്പണിക്ക് പോകാൻ തുടങ്ങി. ഒരു പ്രവാചകന്റെ ഭാര്യ, ആലോചിച്ചു, ഒരു പ്രവാചകന്റെ ഭാര്യ അന്യ വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് പണവുമായി വന്ന് ഭർത്താവിനെ പരിചരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് അയ്യൂബ് നബിന്റെ ഭാര്യ എന്നറിഞ്ഞപ്പം പിന്നെ പുരക്കാരും വിളിക്കാണ്ടായി. അവിടെയും മുട്ടി. എന്ത് ചെയ്തെന്നറിയോ? ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോ ഈ ഭാര്യ അങ്ങാടിയിൽ പോയത് തന്റെ മുടി പകുതി മുറിച്ചിട്ടാ. അത് വിറ്റിട്ട് ഭക്ഷണവുമായി വന്നു. കുറച്ചു ദിവസം അങ്ങനെ പോയി. വീണ്ടും തല മുണ്ടനം ചെയ്തു, അത് വിറ്റു, അതിന് ഭക്ഷണമായിട്ട് വന്നു. പരീക്ഷണമായി പറഞ്ഞത് ആര്? പ്രവാചകനെ. എന്നിട്ടോ
പിന്നെ ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് മൊക്കനട്ടിട്ടാ. സ്വാഭാവികല്ലേ? ഒരു പെണ്ണ് മൊട്ടടിച്ച എന്താ സഹോദരന്മാരെ സ്ഥിതി? അപ്പൊ ഭർത്താവ് വെച്ച് എന്താടി എന്റെ തലയിൽ തട്ടിട്ടിക്കണം? ഒന്നുമില്ല. അത് മാറ്റിയപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയം പൊട്ടിപ്പോയത്. മുമ്പ് പലപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഭാര്യ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊന്ന് ദ്വാരന്നുകൂടെ പടച്ചോനോട്. എന്താ പറഞ്ഞതെന്നറിയോ? 80 കൊല്ലം, 80ാമത്തെ വയസ്സിലാണ് ഈ പരീക്ഷ ഉണ്ടാകുന്നത് കേട്ടോ. 80 കൊല്ലം പടച്ചോൻ നമുക്കൊക്കെ തന്നില്ലേ. അതിൻ്റെ ഇടയ്ക്ക് 80 കൊല്ലത്തൊക്കെ തന്ന റബ്ബ് ലേശം സമയത്ത് മാറ്റി വെച്ചാൽ എങ്ങനെ നമ്മൾ പടച്ചോനോട് പരാതി പറയാണ്? ആലോചിച്ച് നോക്കിങ്ങൾ. എന്നിട്ടോ ഭാര്യന്റെ ഈ തലാട്ട് കണ്ടതോടുകൂടി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ ഉദ്ധരിച്ചത് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ഒരു വാക്ക് പോലും എനിക്ക് സൂക്കടുണ്ടെന്നോ സൂക്കട് മാറ്റി തരണമെന്നോ ആ അടിമ പറഞ്ഞില്ല. ആ പ്രാർത്ഥനയിലാണ് എനിക്ക് രോഗം ഉണ്ടെന്ന്, പടച്ചോനെ എന്റെ സൂക്കട് മാറ്റി തരണം എവിടെ പറഞ്ഞത്? ഇല്ല, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഈ ബുദ്ധിമുട്ട് മാറ്റണോ? അയ്യ തീരുമാനിച്ചോ. എന്താ കാരണം? നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. ചോദിക്കട്ടെ, നിൽക്കുന്ന എന്നോട് ആദ്യം, പിന്നീടല്ല നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ. 18 കൊല്ലം വേണ്ട, 18 ദിവസം സൂക്കടായി കിടന്നാൽ ഈ വാക്കിന്റെ നാവുന്ന് വരുമോ? വരുമോ? അതാണ് ഈമാൻ. അതാര് പറയുന്നു, ആര് നിഷേധിയാവുന്നു, അത് അള്ളാഹ്ക്ക് അറിയണം. അങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനത്തോട് എതിരിടുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് സൂറത്ത് ഹജ്ജിന്റെ 11ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, ഖസിറദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടവെന്ന. അതുകൊണ്ട് ദുനിയാവിൽ നൽകിയും തടഞ്ഞു വെച്ചും അള്ളാഹു പരീക്ഷിക്കും. ദുനിയാവ് പരീക്ഷണാലയമാണ്. എല്ലാ സന്ദർഭത്തിലും നമ്മളെ ഈമാൻ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ബസ്സിൽ യാത്ര ചെയ്യാണ് സഹോദരന്മാരെ, തൊട്ടടുത്ത സീറ്റിൽ പെണ്ണ് കുത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ കണ്ണുള്ള പരീക്ഷിക്കും, സംശയമൊന്നും വേണ്ട. നോമ്പ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു. ഈ ചൂടത്ത് റഹ്മാനായ റബ്ബെ തണുപ്പ് ഉണ്ടാവുകയിക്കൂലേ? തീർന്നില്ലേ നോമ്പ്? പരീക്ഷണാണത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. പരീക്ഷണ. എത്ര ആളാ തോൽക്കണെന്ന് അറിയോ? തോറ്റാലാ കൂടുതൽ. ഒരു മഹല്ലില് എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയം എപ്പോഴാ? രാത്രി. എങ്കിൽ ഏത് മഹല്ലിലും ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ ഉണ്ടാകുന്ന സമയത്താ? സുബി. ഏത് പള്ളിയിലും ഏറ്റവും കുറച്ചാളുണ്ടായാലാ? സുബി. എന്താ കാര്യം? തോറ്റ്, പരാജയപ്പെട്ടു. അതോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും തടഞ്ഞു വെച്ചും ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഹറാം ഇങ്ങനെ ഇട്ട് തന്നും പരീക്ഷിക്കും സഹോദരന്മാരെ. അതൊക്കെ അള്ളാഹ്ക്ക് തൃപ്തികരമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാനും സമീപിക്കാനും നമ്മൾക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ വിഭാഗം. 3, സൂറത്ത് ആലു ഇമ്രാന്റെ 83ാമത്തെ ആയത്തിലാണ് 3ാമത്തെ നഷ്ടക്കാരെ പറ്റി അള്ളാഹു പറയുന്നത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തൊരു മതം ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ പരലോകത്ത് തീരാ നഷ്ടക്കാരനായിരിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് 1,24,000-ൽ പരം പ്രവാചകന്മാരിലൂടെ അള്ളാഹു എത്തിച്ചു എന്ന ആദർശത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. അത് അംഗീകരിച്ച ആളെ പേര് മുസ്ലിം എന്നാണ്. സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തെ ആയത്ത് പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മുസ്ലിം എന്ന് ഈ ഖുർആനിലും മുൻ വേദഗ്രന്ഥത്തിലും പേര് നൽകിയവൻ അള്ളാഹുവാണ്. അപ്പോ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാമാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം. അതേതായാലും ഇതിനെ വിട്ടില്ല. എവിടെ വിടാത്തത്? ഏത് മേഖലയിലാണ് ഇസ്ലാമിനെ വിടാത്തത്? അഭിവാദന രീതി ഏതാണത്? അഭിവാദന രീതി നമുക്ക് സ്കൂൾ ഗ്രൂപ്പില്ലേ? 50 കൊല്ലം മുമ്പ് SLC തോറ്റ് പോകുന്നതാണ്, പിന്നീട് പോയില്ലല്ലോ. ഇപ്പോഴാണ് ഗ്രൂപ്പ് ഉണ്ടായത്. അതിൽ ഓരോരുത്തർ രാവിലെ ഗുഡ് മോർണിംഗ് ഞാനേ അങ്ങനെ സ്ഥാപനം ഉണ്ടോ? അങ്ങനെ സ്ഥാപനം ഉണ്ട് ഇസ്ലാമിൽ ഉണ്ടോ? നമ്മൾ അഭിവാദന രീതി ഏതാ? അസ്സലാമു അലൈക്കും. അത് പറയാനൊരു മടി. കാരണം എന്താ അറിയോ? കൂടുതൽ മുസ്ലിങ്ങളാണ്, പിന്നെ കുറെ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ 3-4 മുസ്ലിങ്ങളേ ഉള്ളൂ. എന്നാ പിന്നെ കിടക്കട്ടെ ഗുഡ് മോർണിംഗ്. അപ്പൊ അവനക്ക് ഏതാ ഏറ്റവും നല്ലത്? അതാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? പാടില്ല എന്ന് പറഞ്ഞില്ലേ?
അള്ളാഹു പഠിപ്പിക്കാത്ത അഭിവാദന രീതി കൊണ്ട് അവർ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ പറഞ്ഞ മുനാഫികളെ പറ്റിയാ. നമ്മക്ക് അതല്ലാത്തൊരു അഭിവാദന രീതി ഇല്ല ആരോടാണെങ്കിലും. മനസ്സിലായോ? നമ്മക്ക് അള്ളാഹു പഠിപ്പിച്ചതാണ്. അപ്പൊ അവിടെ ദീനുണ്ടോ? നമുക്ക് ഇല്ല. ഡ്രസ്സിങ്ങിലോ കുട്ടികളെയും കൊണ്ട് മോളിൽ പോയി എന്താ ആ മോളിലുള്ള തൊഴിലാളികൾ ഇവക്ക് പറ്റിയ എടുത്തു കൊടുക്കുക, ഓക്ക് പറ്റിയാ കൊടുക്കേണ്ടത്? അതല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടതോ പടച്ചോൻ ഇഷ്ടപ്പെട്ടതോ? ഏതാ കൊടുക്കേണ്ടത്? സ്കൂളിൽ ആണിന്റെയും പെണ്ണിന്റെയും യൂണിഫോം ഒന്നാക്കിയാൽ സമരം. വീട്ടിലെത്തിയാലോ നമ്മളെ കുട്ടികൾ പാൻറ് കുപ്പായും പെൺകുട്ടികൾ എന്തിനാ ഇപ്പൊ സമരം ചെയ്തത്? എന്തിനാ സമരം ചെയ്തത്? പറ്റുമോ? ആണിന്റെ വേഷം പെണ്ണിന് പറ്റുമോ? പറ്റുമോ? ആൺകുട്ടിക്ക് സ്വർണം പറ്റുമോ? പറ്റുമോ? ആലോചിക്ക്. പ്രസവിച്ച് സ്വർണ്ണം ഉണ്ടോ? ഉണ്ടോ? പരിശോധിക്കും. എത്ര ആൺകുട്ടികളെ ഡ്രസ്സ് സ്വർണ്ണം ഇട്ട് നടക്കണം? അതെന്താ അറിയോ? അതിപ്പോ കുട്ടിയല്ലേ മൗലവി, കുട്ടിയല്ലേ. എന്താ പേര്? മുഹമ്മദ്. മാറ്റിക്കാളി പാത്തുമാന്നാക്കിയാൽ കുട്ടിയല്ലേ, ഇത് മാറ്റുമോ? ഇല്ല. പെൺകുട്ടിയാണല്ലേ ആൺകുട്ടിയാ. ആൺകുട്ടിക്ക് ആൺകുട്ടിയുടെ പേരല്ലേ ഉള്ളൂ. നമ്മ സ്വർണം പറ്റുമോ? അവിടെ ദീനുണ്ടോ? വിവാഹ രംഗത്ത് ഞാൻ കണക്കില്ല. ഇവിടെ ആരോഗ്യത്തോടെ പോകാൻ കഴിയൂല. കല്യാണത്തിലെ ചടങ്ങിലൊക്കെ അപ്പൊ പ്രവേശിക്കണില്ല. കാരണം എനിക്ക് എന്താ അറിയോ? എനിക്ക് തടി കേടി വരും. അജാതി തോന്നിയാസ നമ്മുടെ ജില്ലയിൽ നടക്കുന്നത്. ഏത് ഇസ്ലാമിന്റെ പേരില? വീട് ഉദ്ഘാടനം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? എന്തൊക്കെ ചടങ്ങാണ്? നമ്മളോ പാല് കാച്ചിട്ടില്ലേ? എവിടുന്നാ കിട്ടിയത്? വീടിന്റെ 4 ഭാഗത്ത് ബാങ്ക് കൊടുക്കണില്ലേ? ആരാ പഠിപ്പിച്ചത്? ആലോചിക്ക്. എവിടെ ദീനുള്ളത്? നിസ്കാരത്തിലുണ്ടോ? ഇല്ല. കുനൂത്ത് നിസ്കാരത്തിലുണ്ടോ? ഇല്ല. കൂട്ടുപ്രാർത്ഥന നിസ്കാരത്തിലുണ്ടോ? ഇസ്ലാമിലുണ്ടോ? ഇല്ല. എവിടെ ദീനുള്ളത്? അള്ളാന്റെ ദീൻ എന്താണെന്നറിയോ? വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ കൂടി യോഗം കൂടി തീരുമാനിച്ചതല്ല. ഏകാനാകാശത്തിന്റെ മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പ്രവാചകനോട് പറഞ്ഞ്, പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാ, അള്ളാഹ് പറഞ്ഞതാ, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. എങ്കിൽ ഇസ്ലാമിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനവും അതെങ്ങനെ, എപ്പോൾ, ഏതളവിൽ ചെയ്യണമെന്ന് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായോ ആ മേഖലയിൽ നമ്മൾ ഇസ്ലാം എന്ന് ഓർത്താ ഒരു സംശയമൊക്കെ വേണ്ട. അങ്ങനെ കടുപ്പപ്പെട്ട് പറയാൻ പാടോ? യാ അയ്യുഹല്ലദീന ആമനൂ. ആരെ വിളിച്ചത്? വിശ്വാസികളെ. എന്താ അർത്ഥം? മുസ്ലിം അല്ലാത്തവരോടല്ല പറയുന്നത്, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. അപ്പൊ പകുതിയെ കടന്നുള്ളൂ, പകുതി പുറത്താ. കച്ചവടത്തിൽ ദീനുണ്ടോ? കച്ചവടം ചെയ്യുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഇസ്ലാമിൽ ഞാൻ ചോദിക്കട്ടെ, ഉമർ അള്ളാഹുവിന്റെ കാലത്ത് ഒരാൾക്ക് കച്ചവടം തുടങ്ങാൻ മാർക്കറ്റിൽ സ്ഥലം കിട്ടണമെങ്കിലേ എന്താ നിബന്ധന എന്നറിയോ? എന്താ നിബന്ധന? കച്ചവടത്തിന്റെ ഇസ്ലാമിക നിയമം മുഴുവൻ പഠിച്ചിരിക്കണം. അല്ലാത്തവർക്ക് കച്ചവടം ചെയ്യാൻ അനുവാദം ഉണ്ടാവില്ല. ഞമ്മക്ക് ഒരു പൈസ ഉണ്ടായാൽ മതി. പൈസ ഉണ്ടായാൽ ആർക്കും തുടങ്ങാം. ഇസ്ലാമിക സാമ്രാജ്യം നിലനിന്ന കാലഘട്ടത്തിൽ അവിടെ കച്ചവടത്തിന് ലൈസൻസ് കിട്ടണേ. കച്ചവടത്തിന്റെ എല്ലാ ഹറാമും ഹലാലും ഇയാൾ പഠിച്ചിരിക്കണം. ഇന്നെന്ത് ഹറാമു ഹലാലുക? എല്ലാവരും ചെയ്യുന്നൊക്കെ നമ്മളും ചെയ്യും. എല്ലാവരും ചെയ്യുന്നൊക്കെ നമ്മളും ചെയ്യും. ഏതാണ് ഹറാമും ഹലാലെന്ന് വേർതിരിക്കുന്ന അടയാളം അറിയില്ല. അപ്പൊ കച്ചവടത്തിന് ഇതിനില്ല. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കളിയും പറ്റി നമ്മളെ ഭാര്യമാർക്ക് എന്താ പറയാനുള്ളത്? പടച്ചോനെ അയ്യാതെ ഒരു ഭാഗ്യം, അല്ലാത്തൊരു കിട്ടലാട്ടോ മൂപ്പരെ കിട്ടിയെന്ന് ഏതെങ്കിലും ഭാര്യമാര് പറയും. അപ്പൊ ഓനക്ക് ദീനുണ്ടോ? ഒന്ന് ചോദിച്ചു നോക്കണ്ടി. എന്താ ഇപ്പൊ കാട്ടി, എത്ര ആൾ എന്നെ കാണാൻ വന്നിയ റബ്ബേ, ഈ ഇതിന്റെ പേരിലാണല്ല എന്റെ പിന്നെ 3-4 മക്കളായി പോയില്ലേ. ദീനുണ്ടോ സഹോദര? കുടുംബജീവിതത്തില് മക്കൾക്ക് നിങ്ങളെ പറ്റി പറയാനുള്ള അഭിപ്രായം എന്താ? എന്താ കാട്ടെ, ജനിച്ചു പോയില്ലേ. കണ്ടോ? ഇങ്ങനെയാണോ? അയൽവാസിക്ക് എന്താ പറയാനുള്ളത്? അയൽവാസിക്ക് എന്താ പറയാനുള്ളത്? ഓ, ഇങ്ങനെ ഒരു അയൽവാസിനെ കിട്ടിയ സന്തോഷമായി ആണോ? സഹോദര, എവിടെ ദീനുള്ളത് നിങ്ങൾ പറയും. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ. ഏത് വിഷയം, മുടി, ഡ്രസ്, സംസാരം, സ്വഭാവം, പെരുമാറ്റം, കച്ചവടം, കുടുംബം, രഹസ്യം, പരസ്യം, രാഷ്ട്രീയം, സാമൂഹികം, എവിടെ ദീന് നിയമല്ലാത്തത്? അവിടെ അള്ളാന്റെ ദീൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. അവിടെ അതാണ് മുസ്ലിം എന്നാൽ 5 നിസ്കാരത്തിൽ മാത്രം ദീന്. വേറൊരു വലിയ മേഖലയിൽ ദീനുമായിട്ട് യാതൊരു ബന്ധമില്ല. രണ്ടാമത്തെ വിഭാഗം. 4-ാമത്തത് സൂറ മുനാഫിഖൂൻ 9-ാമത്തെ ആയത്ത് പരിശോധിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജുമുഅക്ക് വരുന്ന മുഴുവൻ ആളുകളോട് ഓതിക്കൊടുക്കണം അല്ലാഹുവിന്റെ റസൂല്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സമ്പത്തും സന്താനവും അനുവദനീയമാണ്.
ഒരു പരിധി ഇസ്ലാം വെച്ചിട്ടില്ല, ഒരു പരിധിയും വെച്ചിട്ടില്ല. പക്ഷേ അത് അള്ളാഹുവിനെ ഓർക്കുന്നതിലോ അള്ളാഹിനോടുള്ള കടപ്പാട് വീട്ടുന്നതിലോ അള്ളാഹുവിലേക്ക് അടുക്കുന്ന പ്രവർത്തനത്തിൽ ഭാഗവക്കാകുന്നതിലോ നിങ്ങൾക്ക് തടസ്സമാവരുത്. ആയാൽ അവർ പരലോകത്ത് തീരാ നഷ്ടക്കാരായിരിക്കും. നമ്മൾ ഏത് പരിപാടിയിലും അള്ളാഹിനോട് ചെയ്യേണ്ട ബാധ്യത അവസാനം ഉണ്ടാകാം. പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിയിട്ട് എപ്പോഴാണ് നൂറ് സ്കരിക്കരുത്? അലക്കി തുടച്ച് ഭക്ഷണം ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് എന്നാ പിന്നെ നിസ്കരിക്കുകയാണ്. നിസ്കാരം എപ്പോഴാ ബാങ്ക് കൊടുത്താൽ പിന്നെ വേറൊരു പണിക്ക് നമുക്ക് അനുവാദം ഉണ്ടോ? ആലോചിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നമുക്കൊന്നും ദീനിന്റെ വിഷയത്തിൽ തടസ്സമാവരുത്. രണ്ട് രീതിയിലാണ് തടസ്സാവുക. ദുനിയാവ് രണ്ട് രീതിയിലാണ് തടസ്സാവുക. ഒന്ന്, ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അള്ളാഹിനോട് ചെയ്യേണ്ട ബാധ്യത മറന്നുപോകും, തീരാ നഷ്ട. ജമാഅത്തിന് വരാൻ കച്ചവടം തടസ്സമാണ്, പൂട്ടിക്കളി. ഇതിലങ്ങനെ കച്ചവടം, അങ്ങനത്തെ ഒരു കച്ചവടം വേണ്ട. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കണ്ടോ, ആണുങ്ങളാണ്. അത് നോക്കി മദീന പള്ളിയുടെ പരിസരത്ത് കച്ചവടക്കാര് എപ്പ ബിലാൽ റളിയല്ലാഹു ബാങ്ക് കൊടുത്ത് വെച്ചാൽ മതി. പിന്നെ എന്തിനാ വാക്കട്ടതിന് ഒറ്റ അള്ളാഹ് വിളിക്കുന്നതിന് വലിയ, പടച്ചോ വിളിക്കുന്നതിന് വലുതാണ് കച്ചവടം. നമുക്കോ ഒക്കെ കഴിഞ്ഞ് അപ്പോഴാണ് 4 കസ്റ്റമേഴ്സ് വന്നത്. പിന്നെ അതൊക്കെ കൂടി ഇങ്ങോട്ട് കൈകാര്യം, ജമാഅത്തും ഇല്ല ഇഖാമത്തും ഇല്ല. പിന്നെ 3 മണിക്കൊന്നൊരു കയ്യട്ട്. എന്തിനു കയ്യട്ടാണ് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിനെ കേൾക്കണോ? അള്ളാഹുവിന്റെ റസൂൽ പള്ളിയില് ബാങ്ക് കൊടുക്കാനും ഇഖാമത്ത് കൊടുക്കാൻ ആളെ ഏൽപ്പിച്ച്, ഇഖാമത്ത് കൊടുത്ത് ഇമാം വെക്കാൻ ആളെ ഏൽപ്പിച്ച് ജമാഅത്ത് തുടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കെട്ട് വിറക്, കുറച്ച് മണ്ണെണ്ണ, അത് കത്തിക്കാനുള്ള തീയുമായിട്ട് ഇങ്ങനെ ഈ പള്ളിയിൽ വരാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കണ മനുഷ്യന്മാരുടെ കളമരി അവരെ വീടോടുകൂടി കത്തിച്ച് കളയാൻ എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് നമ്മളെ നേതാവ് പറയണമെങ്കിൽ ആ ജമാഅത്ത് ഒഴിവാക്കിയവനെ പറ്റിയുള്ള റസൂലിന്റെ മനസ്സിലെ കാഴ്ചപ്പാടെന്താ? നമ്മൾ എയിലാ പെടുക എന്ന് ആലോചിക്കേണ്ടത്. നമ്മൾ എയിലാ പെടുക? നമ്മളെ റസൂൽ നമ്മളെ സ്നേഹിച്ചമാതിരി ലോകത്തൊരു പ്രവാചകൻ തന്റെ അനുയായികളെ സ്നേഹിക്കണോ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ചോദിച്ചോടനെ എല്ലാവർക്കും. എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭത്തിൽ അത് ചോദിച്ചു വാങ്ങിപ്പോയി. എത്ര സന്ദർഭം ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന ഉപയോഗിക്കേണ്ട എത്ര സന്ദർഭം ഉണ്ടായിരുന്നു സഹോദരന്മാർ. കൊല്ലാൻ വീട് വാങ്ങിയില്ലേ? കഴിക്കുന്ന ഭക്ഷണത്തിന് ഭക്ഷണം കേൾത്തിയില്ലേ? എന്തൊക്കെ ചെയ്തു? പക്ഷെ ആ പ്രാർത്ഥന നമ്മൾ തൊട്ടില്ല. ഇതിന് ലഖദ് ഖതബഉതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. നിങ്ങളെ പറ്റി പറഞ്ഞു കേട്ടോ, എന്റെ ഉമ്മത്തിന് ശുപാർശ പറയാൻ ഞാൻ ആ പ്രാർത്ഥന പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പ്രയാസകരമാവും എന്നെനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഉളൂറിന്റെ കൂടെ മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം മാത്രം സംഘടിതമായി തറാവീഹ് നമസ്കരിക്കുകയും പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തു വരാതിരിക്കുകയും ചെയ്ത് പിറ്റേന്ന് എന്തേ നിങ്ങൾ വരാഞ്ഞു റസൂൽ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആവേശം കണ്ട് ആ തറാവീഹ് എങ്ങാനും അള്ളാഹു നിർബന്ധമാക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിശ്വസിച്ച് വീട്ടിന്റെ അകത്ത് കുത്തിയിരുന്ന അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിനെ ജമാഅത്ത് നമസ്കരിക്കാം കാരണമായി യാതൊരു കാരണവുമില്ലാതെ ജമാഅത്ത് ഒഴിവാക്കി വീട്ടിൽ നിസ്കരിക്കാത്തവന്റെ കഥ പിന്നെ പറയാൻ ഓ കാഫറാണ്, ഓനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. വീട്ടിൽ നിന്ന് അകാരണമായി ജമാഅത്ത് ഒഴിവാക്കി നമസ്കരിക്കുന്നവനെ വീടോടുകൂടി കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പറഞ്ഞെങ്കിൽ എത്രമാത്രം വെറുപ്പുണ്ട് സഹോദരന്മാരെ. അപ്പൊ ആ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം മാത്രല്ല, ഖുർആൻ ക്ലാസ് എന്ത് ഖുർആൻ ക്ലാസ് അതിന്റെ മറ്റവൻ തല്ല നമ്മൾ തല്ല, അങ്ങനെ മറ്റോളും നമ്മളുമായി മാറിക്കുന്നു ഇപ്പോ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പൊ ഞാനെന്ത് പഠിക്കാനാ, അല്ല ഓനക്ക് എന്ത് പറഞ്ഞുതരാൻ കഴിയും? അങ്ങനെ എത്ര കൂളായിട്ടായിട്ട് ഇറങ്ങി പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന സമയമല്ല. എന്നാ കല്യാണത്തിന് വിളിച്ചാലോ വിളിക്കേണ്ട താമസമുള്ളൂ. ഏത് ഓഡിറ്റോറിയം ആണെങ്കിലും നമ്മൾ എത്ര മുമ്പ് ഉപ്പരാടെത്തും. കാരണം അത് ഈറ്റിംഗ് ആണല്ലോ പരിപാടി. ആലോചിക്ക്, ദുനിയാവ് തടസ്സമാവണോ?
നിങ്ങൾക്ക് തടസ്സമാണോ ദീൻ പഠിക്കാൻ, പള്ളിയിൽ പോവാൻ, ഖുർആൻ ഓതാൻ? അശ്ർ നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് ഒരൊറ്റ പോക്ക്. അപ്പൊ എപ്പോഴാ രാവിലത്തെ ദിക്റും ദുആ ചെല്ലല്? അത് ഒന്നോ രണ്ടോ ആളുടെ ആ മൂലൊക്കെ കുത്തിയിരുന്ന് ഇങ്ങനെ വേറൊരു ഒന്നും ബാധകല്ല. നിങ്ങൾക്ക് തടസ്സമല്ലേ? നാട് വരി പരലോകത്ത് അള്ളാഹ്ക്ക് ചെയ്യേണ്ട ബാധ്യത ചെയ്യാൻ ദുനിയാവ് തടസ്സമാണോ? എന്തിന്റെ പേരിലാണെങ്കിലും അത് പരലോകത്ത് തീരാ നഷ്ടക്കാരായി പോകും. ഇങ്ങനെ തീരാ നഷ്ടക്കാരാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അത് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരാ നഷ്ടക്കാർ എന്ന് പരിചയപ്പെടുത്തിയ ഈ ദുസ്വഭാവം ഇല്ലാത്ത മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ദുനിയാവ് രണ്ടാമത്തെ തടസ്സം എന്താണെന്നറിയോ? ദുനിയാവ് നൽകപ്പെട്ടത് നമുക്ക് പരലോകത്തൊരു തീരാ നഷ്ടമായി മാറരുത്. അതിനോടുള്ള സമീപനം അത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. ദുനിയാവ് കിട്ടും തോറും അള്ളാഹുവിലേക്ക് അടുക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലെ, ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പോലെ സമ്പത്ത് നൽകുന്നതിന് കണക്കനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. റൂമാ കിണർ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങി വഖഫ് ചെയ്തതാരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ? തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ 1000 ദിനാർ സംഭാവന കൊടുത്തതാരാ? ഇതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഭാര്യമാരും സംരക്ഷിച്ചതാരാ? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മദീന പള്ളി വിപുലീകരിക്കാൻ സ്ഥലം വാങ്ങി വഖഫ് ചെയ്താരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. പണണ്ട്, അദാനിയേക്കാൾ പണണ്ട്. ഇന്ന് അദാനിന്റെ കയ്യിൽ എത്ര കോടി ലക്ഷം കോടി ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ പണം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ട്. പക്ഷേ അള്ളാഹു ഒരു വക്ത് നിസ്കാര ജമാഅത്ത് പോയിക്കണോ? ഇത് കാണിച്ചാലോ? ഒരു വക്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടോ? ഇല്ല. അദ്ദേഹം നടന്നു പോവുക മദീന ശ്മശാനത്തിലൂടെ. 5 നേരം തന്റെ വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി പള്ളിക്ക് പോണേ അള്ളാഹ് ഈ പാവപ്പെട്ട ഈ അടിമ, ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ മനുഷ്യൻ ഖബറിന്റെ ഇടയിൽ കൂടെ നടന്നിട്ട് പള്ളിക്കാണ്ട് കേറുമ്പോണ്ടല്ലോ അദ്ദേഹത്തിന്റെ തിങ്ങിയ താടി മുഴുവൻ കണ്ണുനീർ നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ ഇറ്റി വീഴും. 5 നേരം. നമ്മക്ക് പൈസ കൂടി അവനെ ഖബറിനെ പറ്റി ആലോചന ഉണ്ട്. ചങ്ങായിമാര്, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടോ? ചോദിച്ചു അദ്ദേഹത്തോട്, മരണത്തെ പറ്റി പറഞ്ഞാൽ കരയാത്ത നിങ്ങൾ, പരലോകത്തെ പറ്റി പറഞ്ഞാൽ കരയാത്ത നിങ്ങൾ ഖബർ കാണുമ്പോൾ എന്തിന് കരയുന്നു? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അദ്ദേഹം മറുപടി പറയാ, ഖബർ പരലോകത്തേക്കുള്ള യാത്രയിൽ കടന്നു പോകേണ്ട ആദ്യത്തെ കടമ്പയാണ്. അവിടെ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ വളരെ എളുപ്പമായിരിക്കും. അവിടെ എങ്ങാനും കുടുങ്ങിയാലല്ലോ പിന്നെ വരാനുള്ളതൊക്കെ അതിനപ്പുറമായിരിക്കുന്നു. ഖബറിനെ പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടായി. രാത്രി എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കുന്നു. ആര്? അദാനിയേക്കാൾ പണമുള്ള, കച്ചവടത്തിന്റെ ഒരുപാട് ഭാരങ്ങളുള്ള, ഒരുപാട് ടെൻഷനുള്ള ഈ മനുഷ്യൻ എല്ലാ ദിവസവും ഖുർആൻ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതും. എല്ലാ ദിവസവും സാധിക്കും നോക്കും. പൈസ ഉണ്ടായ ദിവസം അലേക്ക് അള്ളാഹു 365 ദിവസം കഴിഞ്ഞ കൊല്ലം നമ്മളെ വീട്ടിൽ വന്നില്ലേ ചങ്ങായിമാരെ? ഇത് എന്താ ഇനി എന്തെങ്കിലും വേണം? ഏത് അള്ളാഹ് തന്ന നിഅമത്ത് എണ്ണി തീർക്കാൻ കഴിയൂല. അങ്ങനെ തന്ന നിഅമത്ത് എന്ന റബ്ബ് എല്ലാ ദിവസവും അർദ്ധരാത്രി 3-2 ഭാഗം കഴിഞ്ഞപ്പോ 1-ാം ആകാശത്ത് വന്ന് നമ്മളോട് ചോദിക്കുക, ഇനി ഞാൻ തന്നതിന് കൂടുതൽ വല്ലതും വേണോ? ഇങ്ങോട്ട് വരിക. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം വേണോ? ഇങ്ങോട്ട് വരിക. എന്നിട്ടോ കിടന്നുറങ്ങുക. എന്താ തിരി? ഉറക്കം തടസ്സാണോ? വെയിൽ തടസ്സാണോ? ഇരുട്ട് തടസ്സാണോ? കച്ചവടം തടസ്സാണോ? ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാതൊരു സംശയവും വേണ്ട. നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കണം. കാരണം ഇതെല്ലാം നശിച്ചു പോകുന്നതാ. ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ദുനിയാവിലെ ജീവിതം ശാശ്വതമല്ല, ദുനിയാവിലെ വിജയം ശാശ്വതമല്ല, ദുനിയാവിലെ നേട്ടം ശാശ്വതമല്ല, ദുനിയാവിലെ സംതൃപ്തി ശാശ്വതമല്ല, ദുനിയാവിലെ സമാധാനം ശാശ്വതമല്ല, ദുനിയാവിലെ പേരും പെരുമയും ശാശ്വതമല്ല. മരിച്ചാലെല്ലാം അവസാനിക്കും. ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ. യഥാർത്ഥത്തിലുള്ള ജീവിതം പരലോകമാണ്.
യഥാർത്ഥത്തിലെ വിജയം പരലോകത്തെ വിജയമാണ്. യഥാർത്ഥത്തിലെ പ്രശസ്തി പരലോകത്തെ പ്രശസ്തിയാണ്. യഥാർത്ഥ പരിഗണന പരലോകത്തെ അള്ളാഹുവിന്റെ പരിഗണനയാണ്. ഇത് മനസ്സിലാക്കണം. സൂറത്തുൽ വാഖിഅ അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്, ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒന്നും നിങ്ങൾക്ക് തടസ്സമാവരുത്. അത് അള്ളയും റസൂലും പഠിപ്പിച്ച രൂപത്തിലാവണം. പല ജാതി അനാചാരങ്ങളും ശഅബാൻ 15 രാത്രിക്ക് ഖുർആൻ ഇറങ്ങിയ രാത്രി എന്ന് പറയുകയും പ്രത്യേക നമസ്കാരവും പ്രത്യേക നോമ്പും സഹോദരന്മാർ ഒറ്റ വാക്കിൽ പറയുന്നു. അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഹദീസുകളും ദുർബലമാണ്. പ്രവാചകനിൽ നിന്ന് ശരിയായ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു തെളിവും ശഅബാൻ 15 മഹത്വവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്തിനും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഉള്ളത് തന്നെ ഇഷ്ടം പോലെ ചെയ്യാണ്ട് സുന്നത്ത് നോമ്പ് ധാരാളമായി നോക്കുക, ഖുർആൻ ഓതുക, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.